വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഞാൻ ഇന്ന് ഇവിടെ എന്നാ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ക്യാരറ്റ് കുൽച്ചയും രേഷ്മി കബാബ് എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടില്ലേ. പക്ഷെ അത് നമുക്ക് ഇവിടെ കൊണ്ട് പ്രാക്ടിക്കൽ അല്ല കബാബ് ഉണ്ടാക്കാൻ. പക്ഷെ അതിന് പകരം നമ്മുടെ രേഷ്മി ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. അത് നല്ല രസമാണ് കേട്ടോ. ഈ കുൽച്ചയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് ഇത് കഴിക്കാൻ ഏറ്റവും നല്ല എന്നത്തിൻ്റെ കൂടെയാണോ നാണ്, നൂൽ പൊറോട്ട, പിന്നെ പൂരിയില്ലേ, പൂരിയിലൂടെ കഴിക്കാൻ നല്ലതാ. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറിയാണ്. കറി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വലിയ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നാന്നറിയോ, അധികം താമസിക്കാതെ ഇതിന് എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ഏത് സാധനം, ഞാൻ പറഞ്ഞ മീനാണേലും ഇറച്ചിയാന്നേലും ഈവൻ പച്ചക്കറി ആന്നേ പോലും ഞാൻ പറയുന്നത് മാരിനേറ്റ് ചെയ്ത് വെക്കുവാന്നേൽ കുറച്ച് നേരം കൂടുതൽ വെക്കുന്ന ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പം ഇതും അതിവിടെ പ്രാക്ടിക്കൽ ആവുന്നില്ലല്ലോ. അന്നേരം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതവിടെ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു സമാധാനം എന്നാന്ന് വെച്ചാൽ ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സാധനം വറക്കാനാന്നേൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം ഇരുന്നാൽ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ വേവിച്ച് കറിയാക്കുവാന്നേൽ വലിയ ടെൻഷൻ ഇല്ല. എന്നാന്നറിയോ, അപ്പം മാരിനേറ്റ് ചെയ്ത് ബാക്കിയെല്ലാം ചെയ്തേച്ചിടുമ്പോഴത്തേക്ക് വലിയ പ്രശ്നം വരികയില്ല. ഫസ്റ്റ് വേണ്ടിയത് ചിക്കൻ കറിക്കുള്ള സാധനമാണേ. അതുകൊണ്ട് ഫസ്റ്റ് ചിക്കൻ ഈ പറഞ്ഞ പോലെ ബോൺലെസ് ആന്നേ കുഴപ്പമില്ല, ബോൺ ഉള്ളതാണേലും കുഴപ്പമില്ല, ഏതായാലും പ്രശ്നമില്ല, ഏത് കിട്ടുന്നോ അതുപോലെ. പിന്നെ കഷ്ണം ചെറുതു വേണോ വലുതു വേണോ ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുക. അതിനു വേണ്ടി ആദ്യം തന്നെ ശുഭമായിട്ട് മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി എരിവ് അനുസരിച്ച് ചേർത്തോ. ഇതിനധികം എരിവ് ഇല്ല, പക്ഷേ ചിലർക്ക് ഇഷ്ടമാണല്ലോ എരിവ്, അതുകൊണ്ട് അത് ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി, ചിക്കന് വേണ്ടി അത്ര ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1 കിലോയ്ക്ക് 3 ടീസ്പൂണാണേ. വെളിയിൽ നിന്ന് മേടിക്കുന്ന റെഡിമെയ്ഡ് പേസ്റ്റ് ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് തൈര്, അധികം പുളിയില്ലാത്ത തൈര് മതിയേ. ഇതിൻ്റെ കൂടെ ഇച്ചിരി പച്ചമുളക്. ഇനിയിപ്പം ഈ രേഷ്മി കബാബ് കൂടുതൽ ചെയ്യുന്നത് പച്ചമുളകാണ് ബേസായിട്ട് വരുന്നത്. ഇച്ചിരി മുളക് പൊടി വരത്തുള്ളൂ. അപ്പം നമ്മൾ തൈര് ചേർത്തേക്കും. അപ്പം ഇനിയിപ്പോൾ ചേർക്കാൻ പോകുന്നത് നാരങ്ങാ നീരാണേ. അപ്പം ഈ തൈരിന് വലിയ പുളി ഇല്ല, പക്ഷെ എന്നാൽ പോലും തൈരും നാരങ്ങ എല്ലാം ഒരു പുളിയുടെ വർഗത്തിൽ പെട്ടതായതുകൊണ്ട് ഒരു കുറച്ച് ചേർത്താൽ മതി. ഇത്രയും ചിക്കനില്ലേ, അപ്പം ഒരു 2 ടീസ്പൂൺ അത് മതിയേ, ധാരാളം മതിയാവും. ഇനി എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ദുപ്പാണ്. ഇതെന്നാന്നറിയോ, ആക്ച്വലി കരി, അതായത് കനലിൽ നിന്ന് കരി എടുത്തിട്ട് നമ്മൾ അതിനെ പുകയ്ക്കുക എന്ന് പറയില്ലേ, ആ സ്മോക്കി എഫക്റ്റ് കിട്ടുക. അത് നമുക്ക് ചില സമയം പ്രാക്ടിക്കൽ ആവത്തില്ല. അപ്പം എനിക്ക് അതിനോട് ചേർക്കുന്ന അതിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് വരുന്നത് ഈ ഒരു ഉപ്പ് ചേർത്താലാണേ. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി, ഇത് ഒത്തിരി അങ്ങ് ചേർത്തേക്കരുത്, ശകലവേ ചേർക്കാവുള്ളൂ. കാര്യം ഇത് ഇച്ചിരി ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഉപ്പിൻ്റെ ഒരു ചുവ ഒരു ഇച്ചിരി മുന്നിട്ട് നിൽക്കും. പിന്നെ വേണ്ടിയത് കുറച്ച് കസൂരി മേത്തി. ഇതും കൂടി പോരുത്, കാര്യം ഇതും കഴിക്കും. പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതാണ്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ച് വെക്കണം. ഓക്കെ, ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഇനി കുറച്ച് പരിപാടിയുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടത്, നെക്സ്റ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുറച്ച് സവാളയുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്. ഇത് കുറച്ച് ഫാറ്റി ഫുഡാണോ റിച്ച് ഫുഡാണോ എന്നൊക്കെ ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ നല്ല ആഹാരം വെക്കുമ്പോൾ ബാക്കിയൊന്നും ചിന്തിക്കരുത്, രുചിയോടെ കഴിക്കാൻ മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിലാണ്, മറ്റേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇത് കുറച്ച് ഒഴിച്ച് വെച്ച് നമ്മുടെ ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ഉള്ളി ഒന്ന് വേവണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കൂടെ അങ്ങ് ഇടാവേ. ഇത് നല്ലതായിട്ട് ഒന്ന്
എന്താ പറയുക, എപ്പോഴും ഞാൻ പറയത്തില്ലേ ഉള്ളി ഭയങ്കരമായിട്ട് മൂക്കണം ഇത് പറയത്തില്ലേ, അതേപോലെ വേണ്ട, ഒന്ന് വയന്ന് കിട്ടിയാൽ മതി. അതായത് ഉള്ളി ഒന്ന് വേവണം. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതേ പാത്രത്തിലോട്ട് ഈ ഉള്ളി അങ്ങ് മാറ്റുവാണേ. ഇനി അതേ പാത്രം തന്നെ വെച്ചേച്ച് ഇതിനകത്തോട്ട് സെയിം അതേ എണ്ണ കുറച്ച് എണ്ണയും ഒരു ഇച്ചിരി ബട്ടർ കൂടെ ചേർത്താണ്ടല്ലോ ഭയങ്കര നല്ല ടേസ്റ്റാണ്. അതല്ല എണ്ണ മാത്രം ഉപയോഗിക്കുന്നതെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. ഈ ബട്ടറും കൂടെ ഒന്ന് ഉരുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതെന്നാ ചെയ്യേണ്ടതെന്നറിയാമോ, ഇതൊരു ഇച്ചിരി ആറി കഴിയുമ്പോൾ മിക്സിയിലൊട്ടുന്ന നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ തീ ഒത്തിരി നല്ല കുറച്ച് വെച്ച് നമ്മുടെ ഈ സ്പൈസസ് ഇല്ലേ, കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, അത് ഇത്ര എണ്ണം 6 എണ്ണം 7 എണ്ണം എന്നൊന്നും ഞാൻ പറയുകയില്ല, നമുക്കറിയാമല്ലോ എത്രയാണ് വേണ്ടതെന്നുള്ളത്. നമ്മുടെ ഒരു ഫ്ലേവർ എത്ര ഏലക്ക ഇട്ടാൽ അത്രയും മണം വരും. അങ്ങനെ പട്ട മാത്രമേ ഞാൻ പറയത്തുള്ളൂ, ഒരുപാട് ഇടരുത്, അതിൻ്റെ ഒരു കുത്തൽ എന്തായാലും ഉണ്ടാവും. പിന്നെ ഒരു പട്ടയുടെ ഇല, ഇത് സൂക്ഷിക്കണം, ഏലക്ക ഇട്ടാൽ ഇത് പൊട്ടും, അതാണ് അതിൻ്റെ ആ പരുവും. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ, നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ, അത് ഇതിനകത്തോട്ട് ഞാനങ്ങ് ഇടുക. ഈ ചിക്കൻ ഈ ബട്ടറിനകത്തും ഈ എണ്ണയ്ക്കകത്തും കിടന്നേച്ച് ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്നറിയാമോ, ഇത് ശരിക്കും ഒരു വൈറ്റ് കളറാവണം. ഒരു ചെറിയതായിട്ട് അതൊന്ന് വേവും, വെന്തേച്ചാണ് അതൊരു വൈറ്റ് കളറാവുന്നത്. ആ സമയം വരെ ഇത് ഇതിനകത്ത് കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തേര് ആ വഴന്ന് വരുന്ന സമയമില്ലേ, ഞാൻ ഇതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം വന്നല്ലേ. ചിക്കൻ ആ വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആ ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടെ വഴറ്റിയേച്ച് ഞാൻ അരച്ചതാ, അത് ഇതിനകത്ത് കൂട്ട് ഇടുവാന്നേ. അതിൻ്റെ അരപ്പൊട്ടും കളയണ്ട. ഇത് എന്നാന്നറിയോ, കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് എടുക്കാവേ, കളയണ്ട. ഇതാണ് മറ്റേ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇതൊട്ടും കളയണ്ട. ഇതൊന്നുകൂടെ ഇതിനകത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പച്ചച്ചോവ ഉണ്ടല്ലോ അത് വഴറ്റിയപ്പോൾ മാറി, പക്ഷെ എന്നാലും ആ ചിക്കനേലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചേർത്ത എണ്ണയും ബട്ടറും ഒന്ന് തെളിയുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യമായിട്ട് ഈ ഒരു കറി ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്നാന്നോ, നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർത്തതാണ്. അപ്പോൾ സാധാ ഒരു ചീനച്ചട്ടി വെക്കുവാന്നേൽ പെട്ടെന്ന് കറി അടി പിടിക്കും, കരിയുകയും ചെയ്യും. മറ്റേ ഇതാണെങ്കിൽ നമുക്ക് അധികം അടി പിടിക്കുകയില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതത്തിനനുസരിച്ച് അത് ഇളക്കാനും വെക്കും. ഇനി ഇതിൻ്റെ പരുവ് ഒട്ടും അറിയാൻ മേലെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഈ എണ്ണ തെളിയുന്ന മാത്രം ശ്രദ്ധിച്ചേച്ചാൽ മതി. ഏറ്റവും ബെസ്റ്റ് ചെറിയ തീയെ വെച്ച് തെളിയിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ചിക്കനേയും തന്നെ ഇറങ്ങുന്ന വെള്ളം വെച്ച് ചിക്കൻ ഒന്ന് വേവുകയും ചെയ്യും. അന്നേച്ച് നമ്മൾ ഈ ബാക്കി വെള്ളം ചേർത്ത് കുറച്ച് നേരം ഇട്ടാൽ മതി. കണ്ട ഇപ്പോൾ ആ എന്താ പറയുക, വെള്ളം മുഴുവൻ പറ്റിയേച്ച് ആ ഇറച്ചി ഇങ്ങനെ ഒന്ന് മൂത്ത് വരുന്നുണ്ടേ. അതാ അതിൻ്റെ ഒരു പരുവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തേൻ്റെ ആ മസാലയെല്ലാം നല്ലോണം ഡ്രൈ ആയേ. നല്ലോണം ഡ്രൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേ സൈഡിലൊക്കെ നോക്കുമ്പോഴത്തേനും നല്ലോണം അറിയാൻ നോക്കും. നേരത്തെ ഒരു ഇച്ചിരി വാട്ടറി ആയിട്ടല്ലേ കിടന്നത്, ഇന്നേരം അത് ഇപ്പം ഇല്ല. ഒരു ഇച്ചിരി നേരവും കൂടെ ഇങ്ങനെ ഒന്ന് വഴറ്റി എടുത്തേച്ചാൽ മതി. അന്നേരം ആ ഇതണ്ട ഈ തവിയയിലൊക്കെ പറ്റി പിടിച്ച് വെച്ചിരിക്കുന്നൊക്കെ അതിനകത്ത് അങ്ങ് മാറും. ഇച്ചിരി കൂടെ നേരം മതിയാവും. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ ബാക്കി വെള്ളവും കൂടി ഇതിനകത്ത് അങ്ങ് ഒഴിക്കുവാണ്. ഇനി ചിക്കൻ വേണ്ടായോ, അന്നേരം ഇത്ര
ഇത്രയും വെള്ളം എന്തായാലും പോരാ, ഇച്ചിരി കൂടി വേണം. നമ്മൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്നാന്നോ, നമുക്ക് എത്ര ഗ്രേവി വേണ്ടേ, എന്നാൽ ചിക്കൻ എത്ര വേവാനുണ്ട് അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. പിന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അത് നോക്കി. ചിലപ്പം ചിലരെന്നോട് പറയാറുണ്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അങ്ങ് ഒത്തിരി നീട്ടം കിട്ടിപ്പോയാലായിപ്പോയി ചേച്ചി, പിന്നെ ആ അരപ്പ് ചേർത്തതൊന്നും ആ രുചി ആ കറിക്ക് വന്നില്ല എന്ന്. അത് ഇതുകൊണ്ടാണ്, നമ്മൾ എന്നാന്നറിയോ, അളവ് തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് ആ വെള്ളം ചേർക്കുന്നതിൻ്റെ. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി. ഒരുപാട് ഒഴിക്കണ്ട, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർക്കുമ്പോൾ ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചേച്ചാൽ മതി. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് ചെറിയ തീയല്ലേ, ഒരുപാട് വലിയ തീയിടരുത്, കാര്യം അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് ചെറിയ തീയലിട്ടേച്ച് ഈ ചിക്കൻ ഒന്ന് വേവാനായിട്ടുള്ള നേരം കൊടുക്കാം. നമുക്കിനി കുൽച്ചയ്ക്ക് വേണ്ടിയുള്ള സാധനം എന്നാന്ന് വെച്ചാൽ മൈദ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്യാരറ്റാ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഏത് വെജിറ്റബിളാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം. മല്ലിയില ഒരു ഇച്ചിരി കൂടുതൽ ചേർത്തോ. ഈ കുൽച്ച എന്നെ പഠിപ്പിച്ചത് എൻ്റെ സിസ്റ്ററിലോ കേട്ടോ. ആദ്യം നമ്മളൊരു ബൗൾ എടുത്തിട്ട് ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പറയാം, അതായിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പം. കുറച്ച് മൈദ വേണം, ആ മൈദയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ്. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ക്യാരറ്റാണ് ഞാൻ എടുക്കുന്നത്. ക്യാരറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ ചെത്തുവാന്ന് വിചാരിക്കരുത്, കഴുകി അതിൻ്റെ തൊലിയെല്ലാം ചെത്തി വെച്ചേക്കുക. ഒരു മുഴുത്ത ക്യാരറ്റ് മുഴുവൻ ഇടാവേ. ഇനി ഇതിന് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഇച്ചിരി മല്ലിയില, ഓക്കെ. ഇനി ഇതിനകത്ത് വേണ്ടിയത് ഒരു ഇച്ചിരി പഞ്ചസാരയാണേ. മതി, ഇത്ര മതി, ഒരു സ്പൂൺ മതിയേ. പിന്നെ ഇതിന് വേണ്ടിയത് കുറച്ച് പാല് ചൂടുപാലാവാം, തണുത്ത പാലും ആവാം. ഇനി ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടുപാലാന്നേ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും നമ്മുടെ മൈദ. അതല്ല തണുത്ത പാലാണെങ്കിൽ വലിയ കുഴപ്പമില്ല, കുറച്ച് നേരം ഇരിക്കണം എന്നേ ഉള്ളൂ. കുഴയ്ക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് നോക്കിയാൽ കുഴച്ചാൽ മതി. ഇത് പരത്താൻ ഇച്ചിരി ശ്രദ്ധിക്കാനുള്ള മാവിട്ട് പരത്താം. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം എന്നാ പറയുക, ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പരത്തുമ്പോഴത്തേക്ക് അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് മാവ് ചേർത്തേച്ച് കുഴയ്ക്കാം. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്നാ പറയുക, ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അങ്ങനെയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ പറഞ്ഞ കഴിയുന്ന അങ്ങനത്തെ ഒന്നും ഇടാതെ നമ്മൾ നല്ലതായിട്ട് എടുക്കുന്നതാണ് നല്ലേ. ഇനി ഇതും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ കൈയും ഈ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, എനിക്ക് എൻ്റെ ചിക്കൻ കറി എന്ത് പരുവായോ നോക്കണം. ഇത് ഇളക്കണമെന്നുണ്ടെങ്കിൽ കൈ കഴിയാലേ പറ്റത്തുള്ളൂ. ഇനി ഇത് വെന്ത് കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം എനിക്ക് ചെയ്യാനുള്ളൂ, ഫ്രഷ് ക്രീം ചേർക്കണം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കുറച്ച് ഫ്രഷ് ക്രീം എനിക്ക് ചേർക്കണം. ക്രീം ഒഴിച്ചു കഴിഞ്ഞു. ഇനി അധികം നേരം ഇട്ട് തിളപ്പിക്കണ്ട. അതിന് പകരം അതിനകത്തോട്ട് എനിക്ക് കുറച്ച് മല്ലിയില ധാരാളം ഇടണം. എനിക്ക് കസൂരി മേത്തിയുടെ ഒരു മണം ഒത്തിരി വന്നില്ല, അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത്, ഒരു ഇച്ചിരി ഇലയും കൂടെ ഇടുവാണ്. ഓക്കെ, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതെല്ലാം ചേർത്തേച്ച് ഇച്ചിരി നേരം അടച്ച് ഞാൻ മാറ്റുക. ഇനി ഞാൻ എൻ്റെ ചപ്പാത്തി കല്ല് ചൂടാവാനായിട്ട് വെക്കുവാണേ. ഓക്കെ, ഇത് ചൂടാവട്ടെ. ഇത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കുൽച്ച പരത്താവേ. വേണ്ട, നോക്കിയാൽ കണ്ടോ ഈ സോഫ്റ്റായി ആ മാവ്. ഇത് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ റിഫൈൻഡ് ഓയിലിൽ ചുട്ടെടുക്കാം, അല്ല ഡാൽഡയിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ നെയ്യിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ബട്ടറിൽ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് റിഫൈൻഡ് ഓയിലാണ്.
ഇനി അത് അവിടെ കിടന്ന് മൊരിയട്ടെ. ഇനി നെക്സ്റ്റ് ഓക്കെ. നമ്മുടെ ഫസ്റ്റ് കുൽച്ച അത്രയും മതിയേ. നമ്മൾ ചപ്പാത്തി ചുടത്തില്ലേ അത്രയും മൊരിഞ്ഞാൽ മതി. ഇനി ചിലരാണ് ഒത്തിരി മൊരിയുന്നത് ഇഷ്ടം, അന്നേരം ഇച്ചിരി കൂടി എണ്ണ ഇട്ട് ഒഴിച്ച് നമ്മൾ എടുത്താൽ മതി. സെക്കൻഡ് ചിടുമ്പത്തേക്ക് അതിനകത്ത് ഓൾറെഡി എണ്ണ ഉണ്ടല്ലോ. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി ഇടുന്ന പോലെ ഒരു സൈഡ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് മറിച്ചിട്ടാൽ മതി. മറിച്ചിട്ടേച്ച് ഇനി എണ്ണ ഒഴിക്കാം. ഓക്കെ. നമ്മൾ ഒത്തിരി പണി ചെയ്യാനുണ്ടെങ്കിലുണ്ടല്ലോ ഇത് ചെറിയ തീയിൽ ഇട്ടേച്ച് കളിക്കുന്ന ഏറ്റവും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്നെങ്കിൽ കരിഞ്ഞു പോവും. നല്ല മൊരിഞ്ഞു വരുന്നതായി കുൽച്ചയ്ക്കൊക്കെ നല്ല ടേസ്റ്റ്. കുൽച്ച ഇനി 3 എണ്ണം കൂടെ ബാക്കിയേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞില്ല നമ്മുടെ പ്രേക്ഷകരോട്. ഒരു കപ്പിളാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ കപ്പിളിനെ ശരിക്കും നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരിചയം അവരെ. നമ്മൾ ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇവരെന്തായാലും അവിടെ വന്നിരിക്കും. മറ്റാരുമല്ല, മീത്ത് ആൻഡ് മെറിയാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പരിചയം നിങ്ങൾക്കായിരിക്കും. എന്ത് നല്ല റീൽസ് അല്ല അവരിടുന്നത്. ഒരു നല്ലൊരു എന്താ പറയുക കൂടിക്കാഴ്ചയാവാം അല്ലേ. പക്ഷെ എന്നാ ചെയ്യാൻ, അതേണ്ട ചപ്പാത്തി പരത്താതെ ഇട്ടപ്പം പുക കയറാൻ തുടങ്ങി. വർത്താനം കൂടിയാൽ ബാക്കി മറക്കും. ഇതൊന്നും നടക്കുകയില്ല. ഇതൊന്നും രണ്ടും കൂടെ നടക്കുകയില്ല എന്നുള്ളപ്പോൾ മനസ്സിലായില്ലേ. ഒരു കാര്യം ചെയ്യാം, ഇത് തീർത്തിട്ട് നമുക്ക് അവരുമായിട്ട് ഡൈനിങ് ടേബിളിൽ കാണാം. Cook with love.